കലാഭവൻ മണിയുടെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം പുതിയ വഴിത്തിരിവിലേക്ക്. പാടിയിൽ നടന്ന മദ്യസൽക്കാരത്തിനിടെ കീടനാശിനി മണിയുടെ ശരീരത്തിൽ എത്തിയിട്ടില്ലെന്ന നിഗമനത്തിൽ അന്വേഷണ സംഘം. അതേസമയം മണിയുടെ സഹായികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കാനും തീരുമാനമുണ്ട്. മണിയുടെ മരണം കൊലപാതകമാണെന്നോ ആത്മഹത്യയാണെന്നോ സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് ക്രൈംബ്രാഞ്ച് SP ഉണ്ണിരാജ വ്യക്തമാക്കി. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു. എല്ലാ വശങ്ങളും ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആസ്പെക്ട്സും വളരെ വിശദമായിട്ട് തന്നെ പരിശോധിക്കും. ഇത് വളരെ കൂലങ്കുഷമായി പരിശോധിച്ചിട്ട് തന്നെയാണ് അതിൻ്റെ രജിസ്ട്രേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചത്. ഇതുവരെയുള്ള ഇത്രയും കുറേ ദിവസങ്ങളായി അന്വേഷണം നടക്കുന്നു, നിരവധി പേരുടെ മൊഴിയെടുത്തു. ഇതുവരെ ഫൈൻഡിങ്സ് അതിനെപ്പറ്റി ഒന്നും ഇപ്പോൾ പറയാറായി പറയുന്നത് ശരിയല്ല. രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ വരെ കൂടുതലായിട്ടൊന്നും പറയാൻ സർ, ഈ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ചികിത്സയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു റിവ്യൂ, അവരുടെ പരിശോധന റിവ്യൂ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ചില ആക്ഷേപങ്ങൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മണി ആദ്യം പരിശോധിച്ച ഡോക്ടർ സുമേഷ് പറഞ്ഞിട്ടുണ്ട് അമൃത എന്തുകൊണ്ട് ഇത്തരം കീടനാശിനി കണ്ടെത്തിയില്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ആ ഒരു ആംഗിൾ നമ്മൾ പോലീസ് പരിശോധിക്കുന്നുണ്ടോ? അതാണ് നേരത്തെ പറഞ്ഞത്. എല്ലാ വശങ്ങളും വിശദമായിട്ട് പരിശോധിക്കും എന്ന് മാത്രമാണ് പറയാം. ഇതിപ്പോൾ ഏത് സ്റ്റേജ്, ഇപ്പോൾ ഇത്രയും നാളായിരുന്നു അന്വേഷണത്തിന്റെ ഏത് ഘട്ടത്തിൽ ഇപ്പോൾ നിൽക്കുന്നതെന്ന് പറയാം? ഞാൻ ഇന്നത്തെ ഇൻവെസ്റ്റിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ നേരത്തെയുള്ള ഇൻവെസ്റ്റിഗേഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു ഡിസ്കഷൻ കഴിയും. യൂട്യൂബ് വീണ്ടും ഡിസ്കഷൻ ഉണ്ട്. അപ്പോൾ അത് വളരെ കൂടുതലായിട്ടൊന്നും ഇപ്പോൾ വിശദമായിട്ട് ഇൻവെസ്റ്റിഗേഷൻ്റെ ഡീറ്റെയിൽസും പറയാൻ ഒരു ഇനീഷ്യൽ ഫൈൻഡിങ്സ് ഇത് സൂയിസൈഡിനാണോ അതോ ഒരു കൊലപാതകത്തിന് സാധ്യത ഒന്നും പറയാറായിട്ട്. ഈ കസ്റ്റഡിയിലുള്ളവരിൽ നിന്ന് എടുക്കുന്ന മൊഴി എത്രമാത്രം നമുക്ക് ഈ അന്വേഷണ സഹായകരമാണ്? നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ദിൽജിത്ത് കൂടി ചേരുകയാണ്. ദിൽജിത്ത്, ഏറ്റവും ഒടുവിൽ പോലീസ് കണ്ടെത്തിയതിലെ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെ? അന്വേഷണം പ്രമുഖമായും പറയാവുന്ന വഴിത്തിരിവിലേക്ക് തന്നെ എത്തിയിട്ടുണ്ടോ? ഒപ്പം പോലീസിന്റെ യോഗം സംബന്ധിച്ചുള്ള അനൌദ്യോഗികമായ വിവരങ്ങളടക്കം. അജിംഷാദ്, അന്വേഷണ ചുമതല ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ച് SP ഉണ്ണിരാജ ഇവിടെ അദ്ദേഹം പാടിയിൽ എത്തി പരിശോധന നടത്തി. തുടർന്ന് അദ്ദേഹം ഇപ്പോൾ മുൻപ് അന്വേഷണ ചുമതല ഉണ്ടായിരുന്ന DYSP സുദർശനുമായി ചർച്ച നടത്തുകയും മുൻപ് അന്വേഷണം നടത്തിയിരുന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് കാര്യങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുൻപ് മൊഴിയെടുത്തിരുന്ന ആളുകളുടെ മൊഴിയിലെ വിശദാംശങ്ങൾ, അതുപോലെ തന്നെ രാസപരിശോധനാ ഫലങ്ങൾ, മണിയുടെ ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലങ്ങളുടെ വിവരങ്ങൾ, അതുപോലെ തന്നെ ഈ പാടിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ കിട്ടിയ വസ്തുക്കൾ, ഇന്നലെ വൈകിട്ട് രാത്രിയോടുകൂടി മണിയുടെ കുടുംബ വീടിനടുത്ത് നിന്ന് കണ്ടെത്തിയ കീടനാശിനിയുടെ അംശമടങ്ങിയ കുപ്പികൾ, ഇവയുടെ എല്ലാം തന്നെ വിശദാംശങ്ങൾ ഇതുവരെ കഴിഞ്ഞ 2 ആഴ്ചയായി നടന്നിട്ടുള്ള അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ പുതിയ അന്വേഷണ സംഘ തലവനെ ബോധിപ്പിക്കുക, അദ്ദേഹത്തെ ധരിപ്പിക്കുക എന്ന ഒരു യോഗമായിരുന്നു ഇത്ര നേരം നടന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ അന്വേഷണ ചുമതല ഏറ്റെടുത്ത പുതിയ അന്വേഷണ സംഘ തലവൻ SP ഉണ്ണിരാജയുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ ഇതുവരെ സംഘത്തിലുണ്ടായിരുന്ന DYSP സുദർശൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഉൾപ്പെടെ ഇപ്പോൾ IT യോഗത്തിനായി വിളിച്ചിരിക്കുകയാണ്. പ്രത്യേക യോഗം വിളിച്ച് തുടർന്നുള്ള അന്വേഷണം, ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി വിലയിരുത്തിയ ശേഷം തുടർന്ന് ഈ കേസിൽ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത്, പ്രത്യേകിച്ച് നിലവിൽ ഇത്തരത്തിലുള്ള രാവിലെ 5 മണിക്ക് ശേഷമാണ് മണിയുടെ ശരീരത്തിൽ കീടനാശിനിയുടെ അംശം എത്തിയത് എന്നതടക്കമുള്ള നിഗമനത്തിൽ എത്തിച്ചേർന്നത് ശേഷം ഇനി ഏതൊക്കെ സാധ്യതകളാണ് പരിശോധിക്കേണ്ടത്, അന്വേഷണം ഏത് ഗതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നത് തീരുമാനിക്കാനാണ് ഇപ്പോൾ IG-യുടെ നേതൃത്വത്തിൽ ഉന്നതതല അന്വേഷണ സംഘത്തിന്റെ യോഗം ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. ഈ യോഗത്തിൽ സംസ്ഥാന തലത്തിൽ നിന്നുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. അവരുടെ കൂടി ശുപാർശയുടെ അടിസ്ഥാനത്തിലാകും ഈ ഏത് തരത്തിൽ മുമ്പോട്ടുള്ള അന്വേഷണം നടക്കണമെന്നും ഉള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. ഏതായാലും ഇപ്പോൾ സമാന്തരമായി വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞുള്ള അന്വേഷണ സംഘത്തിന്റെ അന്വേഷണങ്ങൾ നടന്നു വരുന്നു. പ്രത്യേകിച്ച് മണിയുടെ അനുയായികളായ സഹപ്രവർത്തകരായ അല്ലെങ്കിൽ മണിയുടെ സഹായികളായിരുന്ന മുരുകൻ, വിപിൻ, അരുൺ എന്നിവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങൾ ഇപ്പോഴും നടന്നു വരുന്നു. ഇവരെ ചോദ്യം ചെയ്തു വരുന്നു. പ്രത്യേകിച്ച് സംശയകരമായ സാഹചര്യത്തിൽ പാടിയിൽ ഇവർ വൃത്തിയാക്കൽ നടത്തിയിരുന്നു. പ്രത്യേകിച്ച് മണി ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിഞ്ഞ സമയത്ത് ഇവർ പാടിയിലെത്തി അവിടെ നിന്ന് സാധന സാമഗ്രികൾ കടത്തിയ സംഭവം അത് ഏറെ ദുരൂഹത പടർത്തുന്നുണ്ട്. തുടർന്ന് മണിയുടെ മരണശേഷം മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാതെ ഇവർ വിട്ടുനിന്ന സംഭവവും ഏറെ ദുരൂഹത പടർത്തുന്നുണ്ട്. ആ സംഭവങ്ങളിലെല്ലാം തന്നെ ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. ഇവരുടെ അറസ്റ്റ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് വിവരം.
ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 8ഓളം പേർക്കെതിരെയാണ് ഇതുവരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്നാൽ മണിയുടെ മരണവുമായി ബന്ധപ്പെട്ടല്ല, ഇത് വ്യാജ ചാരായം സൂക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ് ചെയ്യപ്പെടുത്തിയിട്ടുള്ളത്. മണിയുടെ മരണം അസ്വാഭാവിക മരണവുമായി ബന്ധപ്പെട്ടുള്ള ഇതുവരെ കസ്റ്റഡിയിലായിട്ടുള്ള ആളുകളെ ഏതൊക്കെ വകുപ്പുകൾ പ്രകാരം എങ്ങനെ കൈകാര്യം ചെയ്യണം, അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്ന യോഗത്തിൽ തീരുമാനമെടുക്കും. അതോടൊപ്പം മണിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ മണിയുടെ ശരീരത്ത് ഉണ്ടായിരുന്ന രാസപദാർത്ഥങ്ങളുടെ അളവുകൾ, പ്രത്യേകിച്ച് കീടനാശിനിയുടെ അംശം രാസപരിശോധനാ ഫലത്തിൽ സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ എത്രമാത്രം കീടനാശിനിയുടെ അംശം ഉണ്ടായിരുന്നു, എത്രമാത്രം മെഥനോളിന്റെ അംശം ഉണ്ടായിരുന്നു, ഈ കണക്കുകളൊന്നും അവയുടെ തീവ്രത എത്രത്തോളം ഉണ്ട് എന്നതൊന്നും ആ പരിശോധനാ ഫലത്തിൽ ലഭ്യമായിരുന്നില്ല. ഇത്തരത്തിലുള്ള വിവരങ്ങൾ കൂടി ലഭ്യമായാൽ മാത്രമേ മരണകാരണം അതാണോ കീടനാശിനി തന്നെയാണോ എന്ന കാര്യത്തിൽ ഉറപ്പുവരുത്താനാവൂ. അതുകൊണ്ട് ഇത്തരത്തിൽ കീടനാശിനിയുടെ അംശം എത്രത്തോളം ഉണ്ട് എന്നതിന്റെ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി മറ്റൊരു റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസ് ഇപ്പോൾ ഫോറൻസിക് വിഭാഗത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ട് കൂടി ലഭിച്ച ശേഷമാകും തുടർന്നുള്ള അന്വേഷണങ്ങൾ നടക്കുക. പ്രത്യേകിച്ച് ഇന്നലെ വൈകിട്ട് മണിയുടെ കുടുംബ വീടിന് അടുത്തു നിന്ന് 7 കുപ്പികളിലായി കീടനാശിനികൾ കണ്ടെത്തിയിരുന്നു. ഇത് മണിയുടെ ശരീരത്തിൽ കണ്ടെത്തിയ അതേ രാസവസ്തുക്കൾ ഉൾപ്പെട്ട കീടനാശിനികളാണെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനത്തിൽ തെളിഞ്ഞെങ്കിലും അവർ ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയക്കുന്നുണ്ട്. അതിന്റെ കൂടി പരിശോധനാ ഫലം വന്ന ശേഷമാകും ഈ അന്വേഷണം സംബന്ധിച്ച തീരുമാനം കൈക്കൊള്ളുക. ഏതായാലും ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഈ SP ഉണ്ണിരാജ, ക്രൈംബ്രാഞ്ച് SP ഉണ്ണിരാജയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘവും മറ്റ് ഉദ്യോഗസ്ഥരും ഉന്നതതല ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്ന യോഗം IG ഓഫീസിൽ നടക്കും. ശരി, ദിൽജിത്താണ് വിവരങ്ങൾ നൽകിയത്. സുഹൃത്തിന് വേണ്ടി കൊണ്ടുവന്ന വാറ്റുചാരായമാണ് പാടിയിൽ എത്തിയപ്പോൾ മണിയുടെ സഹായികൾക്ക് നൽകിയതെന്ന് ജോമോൻ പീപ്പിൾ TVയോട് പറഞ്ഞു. മണി മദ്യപിച്ചിരുന്നില്ലെന്നും അവധിക്ക് നാട്ടിൽ പോയപ്പോഴാണ് പാടിയിൽ പോയതെന്നും ജോമോൻ ഗൾഫിൽ നിന്നും പീപ്പിൾ TVയോട് പറഞ്ഞു. കസിന്റെ വീട്ടിൽ നിന്ന് ഒരു 3-4 പെഗ്ഗാണ് ഞാൻ എടുത്തുകൊണ്ട് വന്നത്, ഒരു ചെറിയൊരു കുപ്പിയില്. അത് എടുത്തുകൊണ്ട് വന്നിട്ട് ഈ പറഞ്ഞ മുരുകനും ജസ്റ്റ് ടേസ്റ്റ് കൊടുക്കാൻ കൊടുത്തു, വിനുവിനും കൊടുത്തു. അതിനുശേഷം ഉണ്ടായിരുന്ന 2 പെഗ്ഗാണ് ഞാൻ വണ്ടിക്കകത്ത് വെച്ചിട്ട് ഞാൻ വീട്ടിൽ പോയതിനു ശേഷം കാലത്ത് അവൻ എന്റെ വീട്ടിലേക്ക് വന്നത്. മണിച്ചേട്ടൻ കഴിക്കില്ല, അതെനിക്ക് നല്ലപോലെ അറിയണ്ട. ആള് എന്റെ മുന്നിൽ ഇരിക്കണ്ടായിരുന്നു, ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന. അപ്പൊ ജസ്റ്റ് അപ്പൊ അവർക്ക് കൊടുത്തു. അപ്പൊ മണിച്ചേട്ടൻ ചോദിച്ചു എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ എന്റെ കസിന്റെ വീട്ടിൽ പോയപ്പോ കിട്ടിയതാണ്, ഓക്കെ എന്ന് പറഞ്ഞു. അല്ലാണ്ട് ആള് അതിനകത്ത് യാതൊരു ഇൻട്രസ്റ്റ് ഇന്ന് അവരെ കാണിച്ചിട്ടില്ല. വയനാട്ടിൽ വീണ്ടും ആദിവാസി യുവതി ആംബുലൻസിൽ പ്രസവിച്ചു. മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ നിന്നും സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ പുൽപ്പള്ളി ദാസനക്കര ലക്ഷ്മി കോളനിയിലെ ദേവിയാണ് ഇത്തരത്തിൽ പ്രസവിച്ചത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് DYFI പ്രവർത്തകർ DMO ഓഫീസ് ഉപരോധിച്ചു. പുൽപ്പള്ളി ദാസനക്കര ലക്ഷ്മി കോളനിയിലെ ദേവിയെയാണ് ഇന്നലെ രാത്രിയോടെ മാനന്തവാടി ജില്ലാ ആശുപത്രിയിലെത്തിച്ചത്. എന്നാൽ മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് യുവതിയെ ഡോക്ടർമാർ റഫർ ചെയ്യുകയാണുണ്ടായത്. ജില്ലാ ആശുപത്രിയുടെ ആംബുലൻസിനായി മണിക്കൂറുകളോളം യുവതിയും ബന്ധുക്കളും ഇവിടെ കാത്തുനിന്നു. ഒടുവിൽ ആംബുലൻസിലുള്ള യാത്രക്കിടെയാണ് കൽപ്പറ്റയിൽ വെച്ച് യുവതി പ്രസവിച്ചത്. ആംബുലൻസ് വന്നപ്പോഴത്തേക്കും തന്നെ എൻ്റെ വൈഫിന് തീരെ വയ്യാണ്ടായിരുന്നു. അവിടുന്ന് ആംബുലൻസിൽ കയറി ഞങ്ങളൊരു പനമരം കഴിഞ്ഞതും അവിടെ ഡെലിവറി നടന്നു. റോട്ടിൽ തന്നെയായിരുന്നു ഡെലിവറി. 4 മാസങ്ങൾക്കിടെയുണ്ടാവുന്ന 3ാമത്തെ സമാന സംഭവമാണിത്. ആദ്യ സംഭവത്തിൽ ദേവി എന്ന ആദിവാസി സ്ത്രീക്ക് നഷ്ടമായത് 3 കുഞ്ഞുങ്ങളെയാണ്. അനിത എന്ന യുവതിയും മെഡിക്കൽ കോളേജിലേക്കുള്ള യാത്രയിലാണ് പ്രസവിച്ചത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് DYFI പ്രവർത്തകർ DMO ഓഫീസ് ഉപരോധിച്ചു. ശക്തമായ പ്രതിഷേധമാണ് ഇവിടെ നിലനിൽക്കുന്നത്. യുവതിയുടെ രക്തസമ്മർദ്ദം ഉയർന്നതിനാൽ വിദഗ്ധ ചികിത്സയ്ക്ക് റഫർ ചെയ്യുകയായിരുന്നുവെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. കാലം ഇതുവരെ ജില്ലാ ആശുപത്രിയിൽ മതിയായ ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ അധികൃതർ തയ്യാറായിട്ടില്ല. അതേസമയം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുകയും ചെയ്യുന്നു. ന്യൂസ് ബ്യൂറോ, വയനാട്. RSS ബന്ധമുള്ള ഗോസംരക്ഷണ സേന കൊലപ്പെടുത്തിയതിൽ 15-കാരനായ ബാലനും. ജാർഖണ്ഡിൽ കഴിഞ്ഞ ദിവസമാണ് ബീഫ് കൊലപാതക പരമ്പരയിലെ ഒടുവിലെത്തിയത് നടന്നത്. തീവ്രവാദത്തിന് ഇരയായ ആ നിഷ്കളങ്ക ബാലന്റെ ചിത്രം ഇപ്പോൾ വൈറലാകുന്നു. കഴിഞ്ഞ ദിവസം ജാർഖണ്ഡിൽ 2 കന്നുകാലി വ്യാപാരികളെ അടിച്ചുകൊന്ന് കെട്ടിത്തൂക്കിയ വാർത്ത നാം കേട്ടു. ഞെട്ടലോടെയാണ് നാം അത് ശ്രവിച്ചത്. പക്ഷേ ആ ഭീകരതയുടെ ആഴം കുറെ കൂടി വലുതാണ്. ഇതൊന്ന് കാണൂ. ഭീകരമായി മർദ്ദിച്ച ശേഷം കൊന്ന് കെട്ടിത്തൂക്കിയതിൽ ഒരാൾ കൗമാരപ്രായക്കാരനാണ്. കുട്ടിത്തം വിട്ടുമാറാത്ത 15-കാരൻ ആസാദ് ഖാന്റെ ചിത്രമാണ്. കന്നുകാലികളെ കച്ചവടത്തിന് കൊണ്ടുപോയി എന്നതിന്റെ പേരിൽ RSS ബന്ധമുള്ള ഗോസംരക്ഷണ സേനയാണ് ഇവരെ കൊന്നത്. വ്യാപാരികളെന്ന് കേട്ടപ്പോൾ നാം കാണാതെ പോയത് ഈ 15-കാരന്റെ ദുര്യോഗമാണ്.
അസഹിഷ്ണുതയുടെ തീവ്രവാദികൾ രാജ്യസ്നേഹത്തിൽ പൊതിഞ്ഞ മതാന്ധത കാട്ടിയത് ഈ ബാലനോടാണെന്നറിയുമ്പോഴാണ് സംഭവം ഉയർത്തുന്ന ഭീഷണിയുടെ ശക്തി ബോധ്യമാകുന്നത്. പ്രായത്തിന്റെ നിഷ്കളങ്കത വിട്ടുമാറാത്ത ഈ 15-കാരനെയാണ് തുണി വായിൽ തിരുകി മർദ്ദിച്ച ശേഷം കൊന്നു കെട്ടിത്തൂക്കിയത്. ന്യൂസ് ഡെസ്ക് പീപ്പിൾ TV ന്യൂസ്. ആസാദി മുദ്രാവാക്യവുമായി JNUവിനെ ഇളക്കിമറിച്ച് ഉമർ ഖാലിദിന്റെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ സഹോദരി. ജാമ്യത്തിലിറങ്ങിയ ഉമർ ഖാലിദിനും അനിർബൻ ഭട്ടാചാര്യയ്ക്കും ക്യാമ്പസിൽ നൽകിയ സ്വീകരണത്തിലാണ് ഈ 12-കാരിയായ സാറ ഫാത്തിമ ക്യാമ്പസിനെ പുളകം കൊള്ളിച്ചത്. കൊച്ചു ഫാത്തിമയുടെ ശബ്ദം നവമാധ്യമങ്ങളിൽ വൈറലാവുന്നു. കഴിഞ്ഞ ദിവസം രാത്രി JNUവിൽ തടിച്ചുകൂടിയ 100 കണക്കിന് വിദ്യാർത്ഥികൾക്കിടയിൽ നിന്ന് ഒരു 6ാം ക്ലാസ്സുകാരി ആകാശത്തേക്ക് മുഷ്ടിയെറിഞ്ഞ് തൊണ്ട പൊട്ടി വിളിച്ചു, ലാൽ സലാം, റെഡ് സല്യൂട്ട് ടു കോംറേഡ്സ്. പ്രായത്തേക്കാൾ മുതിർന്ന രാഷ്ട്രീയ ബോധവും ആർജവുമുള്ള ആ പെൺകുട്ടിയുടെ മുദ്രാവാക്യങ്ങൾക്ക് അന്തരീക്ഷത്തിൽ കിടിലം കൊള്ളിക്കുന്ന മുഴക്കം കിട്ടി. മൈക്ക് കയ്യിലേന്തി ഒട്ടും വിറയ്ക്കാതെ സഭാകമ്പമില്ലാതെ അവൾ ഉച്ചത്തിൽ പറഞ്ഞു, ഉമറും അനിൽബനും ജയിലിൽ നിന്ന് ഒരുമിച്ച് പുറത്തു വന്നതിൽ നമുക്ക് സന്തോഷിക്കാം. പക്ഷേ നമ്മുടെ സമരം ഇവിടെ അവസാനിക്കുന്നില്ല. രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെട്ട എല്ലാവർക്കും നീതി ലഭിക്കുന്നതുവരെ നമ്മുടെ പോരാട്ടം തുടരും. ഗീലാനിയും GN സായിബാബയും പുറത്തുവരുന്നതുവരെ, അവർക്കെതിരായി ചുമത്തപ്പെട്ട കുറ്റങ്ങൾ ഒഴിവാക്കപ്പെടുന്നതുവരെ ഈ പോരാട്ടം അവസാനിക്കാൻ പാടില്ല. 12 വയസ്സുള്ള സാറ ഫാത്തിമ എന്ന പെൺകുട്ടിയുടെ നിശ്ചയദാർഢ്യമുള്ള വാക്കുകളിൽ JNU പ്രകമ്പനം കൊണ്ടു. JNU വിദ്യാർത്ഥി സമരത്തിലെ പുത്തൻ വിപ്ലവ താരമായിരിക്കുകയാണ് സാറ ഫാത്തിമ. തീവ്രവാദ കുറ്റം ചുമത്തി ജയിലിലടയ്ക്കപ്പെട്ട ഉമർ ഖാലിദിന്റെ 12 വയസ്സുകാരി കൊച്ചനുജത്തി. പ്രായവും പക്വതയും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു സാറയുടെ JNU പ്രസംഗം. കയ്യടികളോടെയാണ് ഈ കുഞ്ഞു സഖാവിനെ JNU വിദ്യാർത്ഥികൾ എതിരേറ്റത്. സാറയുടെ ഓരോ വാക്കുകളും മുദ്രാവാക്യ വിളികളും വലിയ ആവേശമാണ് JNU വിദ്യാർത്ഥികളിൽ ഉണ്ടാക്കിയത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രസംഗം വ്യാപകമായി പ്രചരിക്കുന്നുമുണ്ട്. भाई के बाहर आने पे हमारी संघर्ष खत्म नहीं होता. जब तक इस देश के हर इंसान को इंसाफ नहीं मिलता, അനിയത്തിയിൽ നിന്നും സഹപാഠികളിൽ നിന്നും 100 ചുവപ്പൻ അഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങിയ സാറ ഫാത്തിമയുടെ സഹോദരൻ ഉമർ ഖാലിദിന് അഭിമാനിക്കാം. പേടിപ്പിച്ചാൽ പിന്തിരിഞ്ഞോടുന്ന പ്രകൃതമല്ല ഇന്ത്യൻ യുവതയ്ക്കെന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന പുതുതലമുറയുടെ പ്രതിനിധിയായ പെൺകുട്ടിയുടെ കൂടപ്പിറപ്പായതിൽ. ന്യൂസ് ഡെസ്ക് പീപ്പിൾ TV. ആരോപണ വിധേയരായവരും 3 തവണയിലധികം മത്സരിച്ചവരും മാറി നിൽക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ ഫേസ്ബുക്ക് കൂട്ടായ്മ. റിവൈവ് കോൺഗ്രസ് എന്ന പേരിലാണ് കൂട്ടായ്മ. നാളെ KPCC തെരഞ്ഞെടുപ്പ് സമിതി ചേരാനിരിക്കെയാണ് യുവ നേതാക്കൾ കലാപക്കൊടി ഉയർത്തിയത്. ആരോപണ വിധേയരും പൊതുസമൂഹത്തിനു മുന്നിൽ പാർട്ടിയെ മോശക്കാരാക്കിയവരും മത്സരരംഗത്തു നിന്ന് മാറി നിൽക്കണമെന്നാവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ ഫേസ്ബുക്ക് കൂട്ടായ്മ. 3 തവണയിലധികം മത്സരിച്ചവർ മാറി നിൽക്കണമെന്നും യുവ നേതാക്കൾ ആവശ്യപ്പെടുന്നു. ആരോപണം നേരിടുന്നവരുടെ വിശദാംശങ്ങൾ ഹൈക്കമാൻഡിനെ അറിയിച്ചതിനു ശേഷമാണ് കൂട്ടായ്മയ്ക്ക് രൂപം കൊടുത്തത്. യൂത്ത് കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളായ മാത്യു കുഴൽനാടൻ, ദീപ്തി മേരി വർഗീസ്, യൂത്ത് കമ്മീഷൻ ചെയർമാൻ RV രാജേഷ് തുടങ്ങിയവരും നിലവിലെ സംസ്ഥാന കമ്മിറ്റിയിലെ ഒരു വിഭാഗവും കൂട്ടായ്മയിൽ അംഗങ്ങളാണ്. VT ബലറാം MLA ഉൾപ്പെടെ ചില KPCC നേതാക്കൾ ഫേസ്ബുക്കിലൂടെ ആശംസയും അറിയിച്ചിട്ടുണ്ട്. നാളെ വൈകിട്ട് KPCC തെരഞ്ഞെടുപ്പ് സമിതി ചേരാനിരിക്കെയാണ് യുവനേതാക്കളുടെ പുതിയ നീക്കം. അതേസമയം നാളെ ചേരുന്ന KPCC തെരഞ്ഞെടുപ്പ് സമിതി സ്ഥാനാർത്ഥി പട്ടിക ചർച്ച ചെയ്യില്ല. UDFിലെ സീറ്റ് വിഭജനം പൂർത്തിയാകാത്ത സാഹചര്യത്തിലാണ് പട്ടിക ചർച്ച ചെയ്യുന്നത് ഒഴിവാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പാലക്കാട് മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റിയിൽ നിന്ന് കൂട്ടരാജി. ജില്ലാ കമ്മിറ്റി അംഗം അബ്ദുൽ അസീസ് അടക്കം 9 ഭാരവാഹികളാണ് രാജിവെച്ചത്. മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ വിമതനായി മത്സരിച്ച് ജയിച്ച സയ്യിദ് അലവിയെ പാർട്ടിയിലേക്ക് തിരിച്ചെടുത്തതിൽ പ്രതിഷേധിച്ചാണ് രാജി. അബ്ദുൽ അസീസിനെതിരെ മത്സരിച്ചാണ് സയ്യിദ് അലവി പുതുപ്പള്ളി തെരുവ് ഡിവിഷനിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത്. പാർട്ടി കമ്മിറ്റിയിൽ ആലോചിക്കാതെയാണ് തിരിച്ചെടുക്കൽ നടപടിയെന്ന് രാജിവെച്ചവർ പറയുന്നു.